Hello and welcome to Moments of Hope from the Hope in Jesus Ministries. Hope in Jesus ശുശ്രൂഷയിൽ നിന്നുള്ള പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. I hope you are all doing good by the grace of Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങൾ എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. I'm so happy and excited to be in your homes through this television channel. ഈ ടിവി പ്രോഗ്രാമിലൂടെ വീണ്ടും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. We were doing a series on how to be strong and abounding in God's work. എങ്ങനെ ഉറപ്പുള്ളവരും ധൈര്യവും കുലുങ്ങാത്തവരായി കർത്താവിന്റെ വേലയിൽ നാം മുന്നേറുന്നവരായിരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമ്മൾ And I encouraged all my viewers to be workers for Jesus. അതുമാത്രമല്ല ഇത് കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിന്റെ വേലയിൽ ശുശ്രൂഷയിലായിരിക്കുന്നവരായിരിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആലോചന പറയുന്നു. Only together if we stand we can get India for Jesus. എന്തുകൊണ്ടെന്നാൽ നാം ചേർന്ന് നിൽക്കുന്നുവെങ്കിലേ ഇന്ത്യ യേശുവിന്റേതായി തീരുവാനായി കഴിയുകയുള്ളൂ. Amen. Amen. Before we get on to the message, ഇന്നത്തെ സന്ദേശത്തിലേക്ക് നാം കടക്കുന്നതിന് can we go to the segment called Miracles from Jesus where we can listen to a testimony from a dear brother or a sister? യേശുവിൽ നിന്നുള്ള അത്ഭുതം എന്ന സെഷനിലേക്ക് നമുക്ക് അവിടെ പോകാം. അവിടെ കടന്നു ചെന്ന് യേശു ചെയ്ത ഒരു അത്ഭുതത്തെ നമുക്ക് കാണാം. Over to Miracles from Jesus. യേശുവിൽ നിന്നുള്ള അത്ഭുതത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സൻസു. ഞാൻ ഇവിടെ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. അപ്പോൾ ഞാൻ ഇവിടെ ബാംഗ്ലൂരും നാട്ടിലും ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. ഒരുപാട് മെഡിസിൻസ് എടുത്തിട്ടും എനിക്കതിനൊരു കുറവില്ലായിരുന്നു. അത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അത് ആസ്മയായിട്ട് മാറുകയും അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷനായിട്ട് മാറുകയും ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തു. അതെൻ്റെ പഠനത്തെയും എൻ്റെ ആരോഗ്യത്തെ എല്ലാം ബാധിച്ചു. വീട്ടിലെല്ലാം അത് കാരണം ഒരു വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനീഷ് ബ്രദറിൻ്റെ നമ്പർ എൻ്റെ മമ്മി ആത്മാഭിഷേകം മാഗസിൻ വായിച്ച വഴി അനീഷ് ബ്രദറിൻ്റെ നമ്പർ കിട്ടുന്നത്. നമ്പർ കിട്ടിയപ്പോൾ എനിക്ക് തരികയും ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അനീഷ് ബ്രദറിനെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തു. അനീഷ് ബ്രദറിനെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ ബ്രദർ പ്രാർത്ഥിക്കുകയും ചർച്ചിലെ സൺഡേ സർവീസിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ 2010 ഏപ്രിൽ ഞാൻ ഒരു സൺഡേ സർവീസിന് വേണ്ടി വന്നു. സൺഡേ സർവീസിൽ അനീഷ് ബ്രദറിൻ്റെ ആരാധനയായിരുന്നു. ആരാധനാ മധ്യത്തിൽ എനിക്ക് യേശു എൻ്റെ ലങ്സിൽ തൊടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് യേശുവിൻ്റെ കര എൻ്റെ ലങ്സിലൂടെ തഴുകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും അപ്പോൾ ഞാൻ വിശ്വസിച്ചു എനിക്കത് സൗഖ്യം കിട്ടിയെന്ന്. അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ ആസ്മയുടെ പ്രോബ്ലമോ ഇല്ല. എനിക്ക് 2 ഇൻഹേലേഴ്സും ഒരുപാട് മെഡിസിൻസും ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അന്ന് തന്നെ വേസ്റ്റ് കളയുകയും എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് അത് കാരണം ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തു, പൊടി വന്നു, അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ യേശു എനിക്ക് സൗഖ്യം തന്നു. ഇപ്പോൾ 2 വർഷത്തോളമായി ഈ ചർച്ചിലാണ് വരുന്നത്. ഈ ചർച്ചിൽ വന്ന് യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും യേശുവിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ ആഴമായിട്ട് മനസ്സിലാക്കുവാനും യേശു എന്നെ ഒരുപാട് വളർത്തി. എൻ്റെ കുടുംബത്തെയും എന്നെയും എല്ലാം. എൻ്റെ മമ്മിയൊക്കെ ആണെങ്കിലും ട്യൂമറാൽ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഭാരപ്പെട്ട് കിടന്ന സമയത്ത് യേശു സൗഖ്യം തന്നെ എൻ്റെ മമ്മിക്ക് 3ാമതൊരു സർജറിയിൽ നിന്ന് എൻ്റെ മമ്മിക്ക് ഡിസ്ചാർജ് സമ്മറി ഡോക്ടർ എഴുതി കൊടുക്കാൻ സഹായിച്ചു. അതുമാത്രമല്ല യേശു എന്നെ വളർത്തിയത് മൂലം എനിക്ക് ചർച്ചിൽ സൺഡേ ക്ലാസ് പഠിപ്പിക്കാൻ എനിക്ക് പറ്റി. 2 ആഴ്ച മുമ്പ് എനിക്ക് ഒരു സൗഖ്യം കൂടി എനിക്ക് കിട്ടി. എനിക്ക് സൺഡേ സർവീസിന് വരാൻ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ചെങ്കണ്ണായിരുന്നു. കണ്ണ് ഭയങ്കര വേദനയും ഇറിറ്റേഷനും ആയിരുന്നു. അന്ന് മനോമോഹൻ ബ്രദറിൻ്റെ പ്രെയർ ആയിരുന്നു. പ്രാർത്ഥനാ മധ്യത്തിൽ എനിക്ക് സൗഖ്യം കിട്ടുകയും റെഡ് കളറായിരുന്ന എൻ്റെ കണ്ണിൻ്റെ കളർ കുറഞ്ഞു വന്ന് അന്ന് തന്നെ ചെങ്കണ്ണ് എനിക്ക് സൗഖ്യമാകുകയും ചെയ്തു. ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആഴത്തിൽ മനസ്സിലാക്കുവാനും അതെൻ്റെ ഫ്രണ്ട്സിനോട് പറയുവാനും എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടി ഇവിടെ വരുവാനും ഒക്കെ എനിക്ക് സാധ്യമായി. എൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ യേശു വിളിക്കുന്നുണ്ട്, നിങ്ങളെ യേശു സ്നേഹിക്കുന്നുണ്ട്. യേശുവിനെ വിശ്വസിക്കുക, യേശു നിങ്ങളെ സൗഖ്യമാക്കും. സ്തോത്രം, യേശുവിന് സ്തോത്രം. ഇന്ന് ഞാനിവിടെ പ്രേയറിന് വന്നപ്പോൾ എൻ്റെ ത്രോട്ടിന് പെയിൻ ഉണ്ടായിരുന്നു. ആ ത്രോട്ടിന് പെയിൻ 2-3 ഡേയ്സായി എനിക്ക് ഭയങ്കര പെയിനായിരുന്നത്. പക്ഷേ അത് കുറച്ച് റിലീഫായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് പാടാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര ഒരു സ്ക്രാച്ച് പോലെ ഒരുമാതിരി ഇച്ചിങ് ആവുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇവിടെ പ്രേയറിന് വന്നതിന് ശേഷം എനിക്ക് അത് ഫുള്ള് റിലീഫായി. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇച്ചിങ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എല്ലാം ക്യൂറായി പോയി. യേശുവിന് നന്ദി ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്.
Hello and welcome back. വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. We were meditating on 1 Corinthians 15:58. 1 കൊരിന്ത്യർ 15:58 നാം And we ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. understood that we had to be strong and courageous to do God's work. നാം ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരായി ദൈവവേലയിൽ മുന്നേറണം എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കി. Today is the final session of that episode. ഇന്ന് ആ സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡാണ്. And we are going to learn only one topic today. നാം അതിലെ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുവാൻ പോകുന്നു. What is that regarding we should be courageous and strong? എന്ത് കാര്യത്തെക്കുറിച്ചാണ് നാം ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരായിരിക്കേണ്ടത്? We are going to learn 3 points. അതിൽ 3 പോയിന്റുകൾ നാം പഠിക്കുവാൻ Number പോകുന്നു. 1, ഒന്നാമത്, make sure of your election and calling. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കുക. If you read 2 Peter chapter 1 verse 10, 2 പത്രോസ് 1:10 നാം the വായിച്ചാൽ Bible says, വേദപുസ്തകം പറയുന്നു, because of this, brethren, be to all more solicitous and eager to make sure your calling and election. For if you do this, you will never stumble or fall. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. This verse is a little bit tricky verse. Many people take this verse and they say, you have to make sure that your calling is to be a pastor. You have to make sure that your calling is to be a deacon. Your calling has to be an evangelist. Your calling has to be a teacher. But I think, or even the biblical scholars believe, that with this verse talks about your calling and election for eternal life rather than what your ministry do. അനേകര് ഈ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വിളി എന്ത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ഉറപ്പാക്കണം. നിങ്ങളൊരു സുവിശേഷകനായിരിക്കുന്നുവോ, നിങ്ങളൊരു ഉപദേഷ്ടാവായിരിക്കുന്നുവോ, നിങ്ങളൊരു പ്രവാചകനായിരിക്കുന്നുവോ, നിങ്ങളുടെ വിളി ഇതിൽ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കണം എന്ന് അനേകർ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നാം വേദപുസ്തക പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഞാനും വിശ്വസിക്കുന്ന ഉറപ്പായിട്ട് ഇങ്ങനെയായിരിക്കുന്നു: നിത്യ ജീവനിലേക്കുള്ള നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കണം എന്നുള്ളതാണ്. Hallelujah. Hallelujah. That's why the Bible says in 1 Corinthians 7:20, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 7:20 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: let each one remain in the same calling in which he has called. ഓരോരുത്തരെയും വിളിച്ച വിളിയിൽ അവർ ഉറച്ചു നിൽക്കട്ടെ. Be steadfast. നിങ്ങൾ God ഉറപ്പുള്ളവരായിരിക്കണം. has called you to be his disciple. ദൈവം നിങ്ങളെ അവന്റെ ശിഷ്യനായിരിക്കാൻ വിളിച്ചിരിക്കുന്നു. That may have different offices. അതിലെ വിവിധതരമായുള്ള ഓഫീസുകൾ കാണാം. That is fine. അത് അങ്ങനെ ആയിരിക്കാം. But make sure of your calling, that you are called for an eternal life with Jesus. എന്നാൽ യേശുവിനോടൊപ്പമുള്ള നിത്യ ജീവനിലേക്ക് നിങ്ങൾ വിളിച്ചിരിക്കുന്നു എന്നതിൽ നിങ്ങൾ That is ഉറപ്പുള്ളവരായിരിക്കണം. why the Bible again says in Ephesians chapter 4 verse 1 to 3. എന്തുകൊണ്ടെന്നാൽ എഫേസ്യർ 4:1 മുതലുള്ള ഭാഗം നാം വായിക്കുമ്പോൾ, I therefore, prisoner of the Lord, beseech you to walk worthy of the calling with which you were called, with lowliness, gentleness, with long suffering, bearing with one another in love, endeavoring to keep the unity of the Spirit in the bond of peace. കർത്തൃ സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടെ സൗമ്യതയോടെ ദീർഘക്ഷമയോടുകൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യണം. God has called you for producing the fruits of the Holy Spirit. ദൈവം പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കേണ്ടതിന് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. Galatians 5:22. ഗലാത്യർ 5:22. Jesus said that in Matthew 3:8. മത്തായി 3:8 യേശു ആ കാര്യത്തെക്കുറിച്ച് We need to പറഞ്ഞിരിക്കുന്നു. be steadfast in our calling. നാം ആ വിളിയിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. Only then you will be strong and boldness towards that. അങ്ങനെയെങ്കിലേ നിങ്ങൾക്ക് ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരായി മുമ്പോട്ട് പോകുവാൻ Second കഴിയുള്ളൂ. area in which you need to be strong, രണ്ടാമത് നിങ്ങൾ ഉറപ്പുണ്ടായിരിക്കേണ്ട മേഖല holding to your faith. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്നു. Hebrews 3:14. എബ്രായർ 3:14. For we have become fellows with Christ and share in all he has for us, if only we hold our first newborn confidence, originally assured expectation, firm and unshaken to the end. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളിയായി തീർന്നിരിക്കുന്നുവല്ലോ. Holding fast your faith in Jesus Christ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നിങ്ങൾ മുറുകെ That's പിടിക്കുക. one area which the devil attacks people the most. ഈ മേഖലയിലാണ് പിശാച് ഏറ്റവും കൂടുതൽ ജീവിതങ്ങളെ So പ്രലോഭിപ്പിക്കുന്നത്. that we will fall and stumble. അങ്ങനെയാണെങ്കിൽ നാം വീണു പോകുവാൻ But the ഇടയുണ്ട്. word of the God says, എന്നാൽ ദൈവവചനം പറയുന്നു, hold fast, നാം മുറുകെ be പിടിക്കുക, steadfast. ഉറപ്പുള്ളവരായി. Again the Bible says in Hebrews 4:14, വീണ്ടും എബ്രായർ 4:14, in as much as then we have a great high priest who
who has ascended, passed through the heavens, Jesus the Son of God, let us hold fast to our confessions of faith in him. It's according to the Amplified version. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. Hold fast to your faith and confession. നമ്മുടെ വിശ്വാസത്തെയും അതിന്റെ ഏറ്റുപറച്ചിലിനെയും മുറുകെ പിടിക്കുക. One thing I commonly notice is that in our social life, we many times we do not hold on to our faith nor our confessions. പലപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നാം പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ നാം മുറുകെ പിടിക്കാറില്ല. One day ഒരിക്കൽ in Bangalore, ബാംഗ്ലൂരിൽ myself and my wife, we were standing in a queue for a restaurant to have dinner. ഞാനും എന്റെ ഭാര്യയും ഒരു റെസ്റ്റോറന്റിൽ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിപ്പാനായി നിൽക്കുകയായിരുന്നു. As we were standing in the queue, ആ ക്യൂവിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ a young gentleman who was standing in front of me, എന്റെ മുൻപാകെ നിന്നിരുന്ന ഒരു യൗവനക്കാരൻ he turned back and asked, തിരിഞ്ഞ് എന്നോട് ചോദിച്ചു, "Are you Pastor Anish? നിങ്ങൾ പാസ്റ്റർ അനീഷ് അല്ലേ? I have seen your ഞാൻ photographs. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് I have കണ്ടിട്ടുണ്ട്. seen your preaching videos on the YouTube." ഞാൻ യൂട്യൂബിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. I said, "Thank you so much for watching." ഞാൻ പറഞ്ഞത് കണ്ടതിനായിട്ട് നന്ദി The പറയട്ടെ. second question he asked me was, രണ്ടാമത് അദ്ദേഹം ചോദിച്ച "So കാര്യം, what type of a Christian are you?" എന്ത് തരത്തിലെ ക്രിസ്ത്യാനിയാണ് നിങ്ങൾ? And I was amazed at that question. ആ ചോദ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. So I told him, ഞാൻ ഇങ്ങനെ പറഞ്ഞു, "I am not sure of how many types of Christians there are. എത്ര തരത്തിലുള്ള ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് എനിക്ക് I അറിയില്ല. know of only one Christian. എന്നാൽ എനിക്കൊരു ക്രൈസ്തവനെ The കുറിച്ച് word Christian means the disciple of Jesus, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശിഷ്യൻ, the one who obeys his commandments, അവന്റെ വചനങ്ങളെ അനുസരിക്കും, and one who follows him." ആ യേശുവിനെ പിൻഗമിക്കുന്നു. Then immediately he asked, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ "No, ചോദിച്ചു, that I do agree. അത് ഞാൻ But സമ്മതിക്കുന്നു. what category of a Christian are എന്നാൽ you? ഏത് കാറ്റഗറിയിലുള്ള ക്രിസ്ത്യാനിയാണ് നിങ്ങൾ? Are you a Catholic? നിങ്ങൾ കാത്തലിക്കാണോ? Are you a Protestant? നിങ്ങൾ ഒരു പ്രൊട്ടസ്റ്റന്റ് ആണോ? Are you a നിങ്ങൾ ഒരു Pentecostal?" പെന്തക്കോസ്തുകാരനാണോ? I said again, ഞാൻ വീണ്ടും പറഞ്ഞു, according to the word of God, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ there is no Catholic, കാത്തലിക് ഇല്ല, there is no Protestant, പ്രൊട്ടസ്റ്റന്റ് ഇല്ല, there is no Pentecostal. പെന്തക്കോസ്റ്റൽ ഇല്ല. Because the Bible says there is no difference between Jew, Gentiles and Greek. എന്നാൽ വേദപുസ്തകം പറയുന്നു യഹൂദനും യവനനും എന്ന് വ്യത്യാസമില്ല. That's what the Bible says. അതാണ് വേദപുസ്തകം If പറയുന്നത്. that is the case, അങ്ങനെയായിരിക്കുന്നുവെങ്കിൽ there cannot be a set of people called the Catholics, there cannot be a set of people called the Protestants, there cannot be a set of people called the Pentecostal, there can be only one set of people called the Christians. അങ്ങനെയെങ്കിൽ വിവിധ തരത്തിലുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കാൻ കഴിയുകയില്ല. പ്രൊട്ടസ്റ്റന്റ് എന്നോ കാത്തലിക് എന്നോ പെന്തക്കോസ്തുകാരെന്നോ കാണുവാൻ ആയിട്ട് കഴിയുകയില്ല. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരേ ഒരു ക്രൈസ്തവനേ ഉള്ളൂ, യേശുവിന്റെ ശിഷ്യൻ. That is Christian. അതാണ് ക്രിസ്ത്യാനി. And the moment when I told him, അത് ഞാൻ അദ്ദേഹത്തോട് he was പറയുമ്പോൾ touched by that statement. അദ്ദേഹം ആ ആശയം അദ്ദേഹത്തിന് He heard മനസ്സിലാക്കുവാൻ something ഇടയായി. new. അദ്ദേഹം പുതുതായിട്ട് This കേട്ടതായി. is what God expects of you, my dear brothers and sisters. ഇതാണ് എന്റെ പ്രിയ സഹോദര സഹോദരി, നിങ്ങളൊരു സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. When I was in my traditions, ഞാൻ എന്റെ പാരമ്പര്യങ്ങളായിരുന്നു, I was proud of that. ഞാൻ അതിനെക്കുറിച്ച് ആവേശമുള്ളവനായിരുന്നു. But God took me to a different level. But God taught me there is no difference between Jew, Gentile and a Greek. You are just a Christian. എന്നാൽ ദൈവം എന്റെ ജീവിതത്തിൽ അതിനൊരു വ്യത്യാസം തന്നു. എന്നാൽ യവനനും യഹൂദനും എന്ന് വ്യത്യാസമില്ല എന്ന് എന്നെ പഠിപ്പിക്കുവാൻ Hold ഇടയായി. fast to your faith. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ മുറുകെ Hold പിടിക്കുക. fast to your confessions. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലുകളെ മുറുകെ Don't പിടിക്കുക. indulge in sin for a social status. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സാമൂഹികമായ ഒരു ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവവചനത്തെ നിങ്ങൾ പരിമിതപ്പെടുത്തരുത്. Don't look at what people are going to think about if you don't indulge in a social activity. നിങ്ങൾ അങ്ങനെ ഒരു സാമൂഹികമായ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. God looks at you. ദൈവം നിങ്ങളെ നോക്കും. Hold on to your confession. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിനെ മുറുകെ പിടിക്കും. Finally, അവസാനമായി the last point or the area in which you have to be strong and courageous, നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക, and probably the toughest part, അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമുള്ളത് എന്ന് പറയട്ടെ, is to be strong amidst opposition. അത് പ്രതികൂലങ്ങളുടെ മധ്യേ ധൈര്യമുള്ളവരായി നിൽക്കുന്നതാണ്. I cannot encourage you from my experience, but let me bring out some beautiful experiences from the Bible. എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും നിങ്ങളെ എനിക്ക് ഉത്സാഹപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ വേദപുസ്തകത്തിലെ ചില അനുഭവങ്ങളിലൂടെ നിങ്ങളോട് പറയട്ടെ. Because they are great saints of God. എന്നാൽ അവർ വലിയ ദൈവത്തിന്റെ വേലക്കാരെന്ന് കാണുവാൻ കഴിയും. And they set a beautiful example for you and me to follow. അവര് നിങ്ങൾക്കും എനിക്കുമായിട്ട് നല്ലൊരു ഉദാഹരണത്തെ വച്ചിരിക്കുന്നു. Couple of guys I like is from the book of Daniel. അതിൽ എനിക്ക് ഇഷ്ടമുള്ള ചിലർ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ളവരാണ്. First Daniel himself. ഒന്നാമത് ദാനിയേൽ തന്നെ. Then Shadrach, Meshach and Abednego. വീണ്ടും ശദ്രക് മേശക് അബേദ്നഗോ. If you read Daniel chapter 3 verse 17 and 18. ദാനിയേൽ 3
17-18 നാം വായിച്ചാൽ there are 3 young people saying, അതിൽ 3 യൗവനക്കാർ പറയുകയാണ്, if that is the case, our God whom we serve is able to deliver us from the burning fiery and furnace, he will deliver us from your hand, O king. But if not, let it be known to you that we will not serve your gods, nor we will worship gold image which you have ever set up. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല. Shadrach, Meshach, Abednego were thrown into the fire, the fiery furnace, and the heat was increased 7 times because they did not worship other gods. ശദ്രക്, മേശക്, അബേദ്നെഗോയെ അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് ഇട്ടത് മാത്രമല്ല, അതിന്റെ തീ 7 മടങ്ങ് വർദ്ധിപ്പാൻ ഇടയായി തീർന്നു. God protected them. എന്നാൽ ദൈവം അവരെ സംരക്ഷിച്ചു. Look at Daniel. ദാനിയേലിന്റെ ജീവിതം. Daniel was thrown into the lion of dens. ദാനിയേലിനെ അവിടെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ടു. But he was strong and courageous. എന്നാൽ അവൻ ഉറപ്പും I am ധൈര്യമുള്ളവനായിരുന്നു. sure none of us have that faith level. നമുക്ക് അതുപോലുള്ള വിശ്വാസത്തിന്റെ അളവില്ല എന്ന് We would have immediately given up. നാം അപ്പോൾ തന്നെ വിട്ടുകളഞ്ഞു. But here is Daniel, എന്നാൽ ഇവിടെ ദാനിയേൽ who is standing strong അവൻ ഉറപ്പുള്ളവനായിരുന്നു. amidst opposition. എല്ലാ പ്രതികൂലങ്ങളുടെ And മധ്യേ God is rescuing him. എന്നാൽ ദൈവം അവനെ He is വിടുവിക്കുകയാണ്. uplifting him to a great height. അങ്ങനെ അവന്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു ഉയർച്ച കൊടുക്കുകയാണ്. Daniel 6:22, the Bible says, ദാനിയേൽ 6:22 my God sent an angel to shut the mouth of the lions. എന്റെ ദൈവം ഒരു ദൂതനെ അയച്ച് അവിടെ സിംഹത്തിന്റെ വായ The അടച്ചു. same God is unchanging. അതേ ദൈവം മാറ്റമില്ലാത്ത If you are ദൈവമാണ്. strong and courageous amidst fiery situations, നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളുടെ മധ്യേ ഉറപ്പും God will ധൈര്യമുള്ളവരായിരിക്കും. do a miracle in your ദൈവം life. നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യാം. Job had the same character. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇതേ അനുഭവത്തെ Job കാണുവാൻ കഴിയും. 19:25. ഇയ്യോബ് 19:25 One of the beautiful verses I like from the word of God. ദൈവവചനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം, I know that my Redeemer liveth. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് ഞാൻ My അറിയുന്നു. Redeemer liveth. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. There is a beautiful song which I like. Because he lives, I will face tomorrow. താൻ വാഴുകയാൽ എന്റെ ജീവിതത്തിൽ ആകുലങ്ങളൊന്നുമില്ല That's a എന്ന് പാട്ട് great പാടുന്നു. promise from God. ദൈവത്തിന്റെ വലിയൊരു Our വാഗ്ദത്തമായി Redeemer liveth. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ Our ജീവിക്കുന്നു. God is a live God. നമ്മുടെ ദൈവം ജീവനുള്ള He is not ദൈവമാണ്. a dead God. അവൻ ഒരിക്കലും മരിച്ച ദൈവമല്ല. Everybody's tombs are shut. എല്ലാ കല്ലറകളും അടഞ്ഞു But കിടക്കുകയാണ്. only one tomb is still open till date. എന്നാൽ ഒരേ ഒരു കല്ലറ മാത്രമാണ് It is ഇന്നും the tomb of my തുറന്നിരിക്കുന്നത്. Lord Jesus. അതെന്റെ കർത്താവായ He is യേശു. the risen Savior. അത് അവൻ ഉയർത്തെഴുന്നേറ്റ He is കർത്താവാണ്. the risen God. അവൻ ഉയർത്തെഴുന്നേറ്റ He ദൈവമാണ്. will do miracles in your അവൻ life. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ Stand ചെയ്യും. strong. അതുകൊണ്ട് ഉറപ്പുള്ളവരായി Stand ധൈര്യമുള്ളവരായിരിക്കാൻ. strong. ഉറപ്പുള്ളവരായിരിക്കാൻ. Stand strong. അതുകൊണ്ട് ഉറപ്പോടെ നിൽപ്പാൻ. Look at Nehemiah. നെഹമ്യാവിന്റെ He ജീവിതത്തിൽ did an impossible thing in his life. നെഹമ്യാവിന്റെ ജീവിതത്തിൽ അസാധ്യമായ കാര്യത്തെ ചെയ്തു. God strengthened him. ദൈവം നെഹമ്യാവിനെ ബലപ്പെടുത്തി. Come to the New Testament. പുതിയ നിയമത്തിലേക്ക് വരിക. Look at Peter. പത്രോസിന്റെ ജീവിതത്തേക്ക് He was നോക്കുക. scared. അവൻ ഭയമുള്ളവനായിരുന്നു. But there was a time എന്നാൽ ഒരു സമയം വന്നു when the Holy Spirit came upon him. പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ He കടന്നു started to വന്നപ്പോൾ become strong and courageous in a midst opposition. അവൻ എല്ലാ പ്രതികൂലങ്ങളുടെ മധ്യേ ധൈര്യമുള്ളവൻ ഉറപ്പുള്ളവനായി തീർന്നു. Acts 4:13. അപ്പോസ്തലപ്രവൃത്തികൾ 4:13. Acts 4:19 and 20. അപ്പോസ്തലപ്രവൃത്തികൾ 4:19-20. Acts 5:29. അപ്പോസ്തലപ്രവൃത്തികൾ 5:29. The same disciple who denied Jesus 3 times is becoming strong after the anointing of the Holy Spirit. യേശുവിനെ തള്ളിപ്പറഞ്ഞ അതേ ശിഷ്യൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നതിന് ശേഷം ശക്തിയുള്ളവൻ, ബലമുള്ളവൻ, ഉറപ്പുള്ളവനായി തീർന്നു. Finally, അവസാനമായി the best person I like from the Bible after Jesus, യേശു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി, who inspires me a lot, എന്നെ അധികം പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി Paul the Apostle. പൗലോസ് അപ്പോസ്തലനാണ്. Romans chapter 8 verse 35 to 39. റോമർ 8:35 മുതൽ 38 വരെയുള്ള ഭാഗം. Who shall separate us from the love of Christ? Shall tribulation, distress, persecution, famine, nakedness, peril, or sword? As it is written, for your sake we are killed all day long. We are accounted as a sheep for the slaughter. Yet in all these things we are more than conquerors through Jesus who loved us. For I am persuaded that neither death, nor life, nor angels, nor principalities, nor powers, nor things present, nor things to come, nor height, nor depth, nor any other created thing will be able to separate me from the love of God which is in Christ Jesus our Lord.
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള കുഞ്ഞാടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. Amen. Amen. What a beautiful, powerful verse. എത്ര ശക്തിയേറിയ വചനങ്ങളാണ്. Paul is standing strong and courageous amidst all opposition. പൗലോസ് ബലത്തോടെ ധൈര്യത്തോടെ ശക്തിയോടെ എല്ലാ പ്രതികൂലങ്ങളുടെ മധ്യേ നിൽക്കുകയാണ്. I love the passion the guy carried for Jesus. യേശുവിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ആ ജീവിതത്തിലെ തീഷ്ണതയെ ഞാൻ അധികം What a ആഗ്രഹിക്കുന്നു. mighty apostle of Jesus. എത്ര ശക്തിയേറിയ ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ. I think we all need to pray that God will make us like Paul. നാം ഓരോരുത്തരും പൗലോസിനെ പോലെ ആയി തീരണമെന്ന് And I am sure that if we do that, നാം അങ്ങനെ ചെയ്താൽ India will be for Jesus. ഇന്ത്യ യേശുവിന്റേതായി തീരും. Finally, അവസാനമായി how do we get this boldness? എങ്ങനെയാണ് ഈ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? Zechariah 4:6. സക്കറിയാവ് 4:6 Not by power, ശക്തിയാലല്ല, not by might, ബലത്താലല്ല, but my spirit, says the Lord. എന്നാൽ എന്റെ ആത്മാവിന്റെ ശക്തിയാലത്രയെന്ന് ദൈവം Acts പറയുന്നു. 1:8. അപ്പോസ്തലപ്രവൃത്തി You shall 1:8. receive power, നിങ്ങൾ ശക്തിയെ and then ലഭിക്കും. you will be my witness. അപ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികളാകും. So how do we receive the Holy Spirit? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുന്നത്? How do we receive its power? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് Isaiah പ്രാപിപ്പാൻ 40:31. കഴിയുന്നത്? യെശയ്യാവ് 40:31. Those who wait on the Lord യഹോവയിൽ shall കാത്തിരിക്കുന്നവർ change or renew their strength. തങ്ങളുടെ ശക്തിയെ അവർ പുതുക്കും. They will be like eagles. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു They ഉയരും. will never be tired. അവർ ഒരിക്കലും തളർന്നു പോകുകയില്ല. Hallelujah. Hallelujah. The power of the Holy Spirit will come upon you. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. Many people ask me how to receive the Holy Spirit. അനേകർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നാം The പ്രാപിക്കുന്നത്? answer is very clearly written in Acts 2:38. അപ്പോസ്തലപ്രവൃത്തികൾ 2:38 വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. Repent and be മാനസാന്തരപ്പെടുക. baptized in the name of Jesus യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമെടുക്കുക. for the remission of your sins, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. and you shall receive the gift of the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നിങ്ങൾ It is ലഭിക്കും. the Holy Spirit which will make you stand strong and be courageous in worst situations. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ധൈര്യമുള്ളവരായി ഉറപ്പുള്ളവരായി നിങ്ങളെ നിർത്തുവാൻ ഇടയാക്കി. My dear brother, sister, എന്റെ പ്രിയ സഹോദര സഹോദരി, if you have strayed away from the ministry that you were doing, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയിൽ നിന്നും നിങ്ങൾ പിന്മാറിയെങ്കിൽ, if you have lost your passion, നിങ്ങളുടെ ആവേശത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായെങ്കിൽ, tonight Jesus is calling you ഇന്ന് back. യേശു നിങ്ങളെ മടക്കി വിളിക്കും. He wants soldiers for his mission. യേശു തന്റെ വേലയ്ക്കായിട്ട് പോരാളികളെ നോക്കും. He wants strong, bold, courageous guys for Jesus. ധൈര്യമുള്ള ഉറപ്പുള്ള അനേകരെ യേശു നോക്കും. You can be one among them. നിങ്ങൾക്ക് അതിലൊരു വ്യക്തിയാകുവാൻ Not by കഴിയും. your power, നിങ്ങളുടെ ശക്തി കൊണ്ടല്ല, not by your might, നിങ്ങളുടെ ബലം കൊണ്ടല്ല, but the power of the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. And you will be successful. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജയാളികളായി. Shall we look to the Lord in prayer? നമുക്ക് പ്രാർത്ഥനയിൽ ദൈവമുഖം അന്വേഷിക്കാം. Father, as we pray in the name of Jesus, പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. as I pray with my dear brothers and sisters, ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ സഹോദരികളോടൊപ്പം ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. especially with a great passion in our hearts, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ ആവേശത്തോടു to കൂടി do Lord's work, കർത്താവിന്റെ വേല ചെയ്യുക. because that's what a disciple of Christ should be doing. അതാണല്ലോ യേശുവിന്റെ ശിഷ്യൻ ചെയ്യേണ്ടത്. That's what a Christian should be doing. അതാണല്ലോ ഒരു ക്രൈസ്തവൻ ചെയ്യേണ്ടത്. Father, we are unable to do it on our own. പിതാവേ, ഞങ്ങളുടെ സ്വന്തം ശക്തിയിൽ ഞങ്ങൾക്കത് ചെയ്യുവാൻ Help us കഴിയില്ല. by giving your spirit onto us. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ അതിൽ Let the ആവേശമുള്ളവരാക്കി anointing be തീർക്കണം. poured upon all my viewers right ഇപ്പോൾ ഇത് now. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പകരണം. Cry out to Jesus. ഇപ്പോൾ യേശുവിനോട് He നിലവിളിക്കാം. will anoint you with the Holy അവൻ Spirit. നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. The power of God is coming right ദൈവ now. ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ It വരികയാണ്. is filling your rooms. അവൻ നിങ്ങളുടെ മുറികളെ ഇപ്പോൾ It നിറയ്ക്കുന്നു. is filling your life. അവൻ നിങ്ങളുടെ ജീവിതങ്ങളെ You can നിറയ്ക്കുന്നു. experience that while praying. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ Jesus is കഴിയും. anointing you with a new oil. യേശു നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയാണ്. Receive it. ഇപ്പോൾ പ്രാപിക്കാം. Receive ഇപ്പോൾ it. പ്രാപിക്കാം. Receive ഇപ്പോൾ it. പ്രാപിക്കാം. Receive ഇപ്പോൾ it. പ്രാപിക്കാം. Receive ഇപ്പോൾ it. പ്രാപിക്കാം. Receive ഇപ്പോൾ
പ്രാപിക്കാം. Receive the power of the Holy Spirit in the name of Jesus. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കാം. Hallelujah. 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 Strengthen us, Lord. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണം. Give us the courage. ഞങ്ങൾക്ക് ബലത്തെ തരണം. Give us the faith. ഞങ്ങൾക്ക് വിശ്വാസത്തെ തരണം. Give us the courage to stand strong in the word of God. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. To hold on to our faith. ഞങ്ങളുടെ വിശ്വാസത്തെ മുറുകെ To പിടിക്കുവാൻ hold on to our സഹായിക്കണം. confessions. ഞങ്ങളുടെ ഏറ്റുപറച്ചിൽ മുറുകെ പിടിക്കുവാൻ And to സഹായിക്കണം. gain souls for Jesus. യേശുവിന് വേണ്ടി ആത്മാക്കളെ I നേടുവാൻ ഞങ്ങളെ rebuke the സഹായിക്കണം. strategies of the devil which is being built in their lives to pull them back. അതിനെ പിന്നിലേക്ക് വലിക്കുവാൻ ഇവരുടെ ജീവിതത്തിൽ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർത്ത് Oh, we കളയുകയാണ്. release your glory into this ഇപ്പോൾ life. ദൈവത്തിന്റെ മഹത്വം ഇവരുടെ മേൽ കടന്നു വരട്ടെ. Thank you for touching them. കർത്താവേ, ഇവരെ സ്പർശിച്ചതിനായി In the name of Jesus we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. Amen. ആമേൻ. Be of good courage and strength. ധൈര്യമുള്ളവരും ഉറപ്പുമുള്ളവരായിരിക്കാം. Abound in God's work. ദൈവത്തിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. Be a Christian. നിങ്ങൾ ഒരു ക്രൈസ്തവനായിരിക്കും. Hallelujah. Hallelujah. I hope that this series was a blessing for ഈ you. പരമ്പര നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. Keep reading the verses which I told you during these 4 ഈ episodes. 4 എപ്പിസോഡിലും പറഞ്ഞ ദൈവവചനം നിങ്ങൾ തുടർന്നും വായിക്കുക. Have a passion and an excitement and a desire to do more for Jesus. യേശുവിന് വേണ്ടി അധികമായി ചെയ്യുവാൻ വലിയൊരു ആഗ്രഹവും ആവേശവുമുള്ളവരായിരിക്കും. Together we can gain India for Jesus. അങ്ങനെയെങ്കിൽ ചേർന്ന് നമുക്ക് ഇന്ത്യയെ യേശുവിനായി നേടുവാൻ If you കഴിയും. were blessed by these series, നിങ്ങൾ ഈ പരമ്പരയിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ send a note to me. ദയവായി എനിക്ക് അതിനെ അറിയിച്ചാൽ Call on to my phone line and just speak to me and tell me that you were blessed. എന്റെ ടെലിഫോൺ നിങ്ങൾക്ക് വിളിക്കാം. ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് നിങ്ങൾക്ക് എന്നോട് That പറയാം. will encourage me a lot. അത് എന്നെയും മുമ്പോട്ട് പോകുവാൻ If you ഉത്സാഹിപ്പിക്കും. have prayer requests also, please feel free to call me and I would love to stand in the gap and pray for you. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. Please keep our ministry in your prayers. പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷയെ നിങ്ങൾ You ഓർത്താൽ can be a partner of our ministry by standing with us in many areas of God's work. ദൈവത്തിന്റെ വേലയിൽ പല മേഖലകളിലും നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് സഹായിപ്പാനായി കഴിയും. You can be our partner financially as well by sponsoring these TV episodes or by supporting our missionary families. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഈ ശുശ്രൂഷയുടെ ഒരു പങ്കാളിയായി തീരാം. നിങ്ങൾക്ക് ഈ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളിയായി I തീരാം. am sure God will reward you 100-fold. ദൈവം നിശ്ചയമായി 100 മടങ്ങായിട്ട് നിങ്ങളെ അനുഗ്രഹിപ്പാൻ ഇടയായി തീരും. Till we meet again on a different series. വീണ്ടും അടുത്ത ഒരു പരമ്പരയിൽ നാം കണ്ടുമുട്ടുന്നത് വരെ We'll meet you again with a new series or a new episode. വീണ്ടും പുതിയൊരു എപ്പിസോഡ് നമുക്ക് കണ്ടുമുട്ടാം. Till then, God bless you. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Amen. ആമേൻ. Amen. ആമേൻ.